ബോസ്റ്റണ്ണനൊക്കെ അവിടെ 1,80,687 ചെറിയ സംശയമുണ്ട്. ബോസ്റ്റണ്ണനൊക്കെ അവിടെ മനസ്സിലായ? ബോസ്റ്റണ്ണനൊക്കെ അവിടെ കീബോർഡ് കേട്ടോ. അവന്റെ ബോസ്റ്റണ്ണൻ ഈ ഏബലാണ് ഇവന്റെ മെയിൻ PR ടീമിലെ ആള്. ഓക്കെ, അവര് ജോസൂട്ടിയുടെ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ ഒരു വണ്ടിയുണ്ട്, ജോസൂട്ടി ഇവിടെ ഉണ്ട്. നാല് വണ്ടികൾ ഒരുമിച്ച് വരുന്നുണ്ട്. അവര് എന്തായാലും അവരെ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ ഡയറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ടിവിയുടെ സെറ്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ടിവിയുടെ വണ്ടികളെ ഒന്നും നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓ, ഇവിടെ ഉണ്ട് കൊമ്പൻ സ്മോക്ഡ് ബാബ്സിന്റെ വണ്ടി ഈ ഒരു ഏരിയയിലുണ്ട്. നീൽ അവിടെ വണ്ടി ഓടിച്ച് കളിക്കാന്ന് തോന്നുന്നു. സ്റ്റീവൊക്കെ വെളിയിലിറങ്ങി കളിക്കാണോ? നീലൻ ആൻഡ് നീൽ. ഓക്കെ, സ്മോക്ഡ് ബാബ്സിന് TJയുടെ വണ്ടി തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തറയിൽ കളയാൻ വേണ്ടി. പക്ഷെ തറയിൽ പോയില്ല. ഇവിടെ നല്ലൊരു പിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോൺ ഷിഫ്റ്റ് ആയി. യെസ്, സോൺ ഷിഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അവര് എന്താണ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുക നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 30 മിനിറ്റാണ് ബാക്കിയുള്ളത്. 30 മിനിറ്റ് ഉണ്ടല്ലേ സമയം. TJയുടെ 3 വണ്ടികൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. സ്മോക്ഡ് ബാബു, റാവു, ഡൊമിനിക് ആൻഡ് നിക്കി അടങ്ങുന്ന 5 പേരുള്ള വണ്ടികൾ മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ എല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അവിടെ പോയി കയറിട്ട് അടൽ വഴി വരുമായിരിക്കും. വരട്ടെ. കേരള വിഷനുമായിട്ടുള്ള പിണക്കം എത്രയും പെട്ടെന്ന് എക്സലൻസുകാർ മാറ്റാതെ നീൽ അവരുടെ വണ്ടികളെ പിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ പിറ്റ് ചെയ്ത് വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ് തോന്നുന്നു. അവരുടെ വണ്ടി ഇവിടുന്ന് ചാടിയിട്ടുണ്ട്. ജോസൂട്ടിയുടെ വണ്ടി അവിടുന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. നീലൊക്കെ ഉപദ്രവം. എന്ത് പറ്റി? വണ്ടി ചെറുതായിട്ടൊന്നും ചെയ്തത്. ഓ, TJ ജോസൂട്ടി വിഴാം. TJ എല്ലാരും ഈ ഒരു ആംഗിൾ ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ടീഫാനത് വീഴ്ത്തു പോമാരെ. നമുക്ക് TJ എല്ലാരും ഇവിടുന്നൊരു സ്പ്രേ ആണ് ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. ഇവിടെ ടീമിയുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. TJ എല്ലാരും ഈ ഒരു ഏരിയയിലോട്ട് എത്തി. അവരുടെ റാവുമോൻ ഡൊമിനിക്കിന്റെ വണ്ടി അവിടെ ബാക്ക് സ്റ്റാബ് നോക്കി കളിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കൊമ്പൻ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ടാഗ് കൊടുക്കാനാണെന്ന് തോന്നുന്നു. പക്ഷേ എത്തുക ഇവിടുന്ന് കാണുമായിരിക്കും. അത്രയും ദൂരം എത്തുമെന്ന് തോന്നുന്നില്ല. ജപ്പാൻ ഓക്കെ, TJ ഇവിടുന്ന് വണ്ടി എടുത്ത് ഫോൾ ബാക്ക് ആവുകയാണ്. നമ്മൾ TJ കൊമ്പൻ ബൈ ബാക്ക് അടിക്കണ പുഴുത്ത് കിടന്ന പോലെ മനസ്സിലായി. വീണ്ടും വീണ്ടും പുഴുത്ത് കിടന്ന തല്ലുള്ളൂ. പോടാ പിച്ചേ കത്തിച്ചല്ലേടാ. പോടാ കണ്ടി ഇറങ്ങി പോ നീ പോ. ഇല്ല കൈക്ക് വെറുതെ എന്തിനാ മേടിക്കുന്നേ? ഇതാരാ എന്നോട് ഇത് വായിച്ചിട്ടിരിക്കണ്ടാണ്. മറ്റേ കണ്ടിട്ടുണ്ടല്ലോ നീ കാല് പറഞ്ഞ നിന്റെ മൈ വേണം. ഇവന്മാര് ഡിസ്മാൻഡിലായി പോയില്ലേ? അവൻ മാത്രമേ ഉള്ളൂ. അല്ലടാ, സേഫ് സോണാ. അത് ഇത്ര ഉള്ള ട്രിക്സ് ഇത്ര ഉള്ളു. മനസ്സിലായ? ഹെൽമെറ്റ് ഇട്ട് പേടിച്ചോ? ഇത്ര ഉള്ളു. നീ മനസ്സിലായി? ഇത്ര ഉള്ള ഹെൽമെറ്റ് അടിച്ചു കളയാൻ വേണ്ടിട്ടാണ് മറ്റോ നിന്നോട്ടാ. നീ എന്തിനാണ് പിടിച്ചെന്നെ? ഇതൊക്കെ ആര്? അവനവിടെ പോയടാ. അവനെ എടുത്തടാ. മറ്റവനാണ് അടിച്ചത്. ഇവനേതാ വെടിവെക്കാനായിട്ട്? സേഫ് സോൺ ആടോ ഇത്. ടർഫ് അടക്കുമ്പോഴാണ് സേഫ് സോൺ.
അല്ലല്ല TJ-യുടെ players ഈ side ൽ അല്ലാതെ ഈഡൻ ആ ഒരു ആംഗിളിൽ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം ടഫ് ആയിട്ട് അവര് കില്ലുവിനെ എടുക്കാനാണ് ആ ഒരു പുഷ് ചെയ്തതെന്ന് തോന്നുന്നു. ബട്ട് കില്ലു അവിടെ നല്ല കവറിലാണ് കളിക്കുന്നത്. ലോറയുടെ ബെസ്റ്റ് ആയോണ്ടാണ്. അഗെയിൻ കൊമ്പൻ ആ ഒരു ആംഗിളോട്ട് ലോറയുടെ ബെസ്റ്റ് ആണ് ഈ ലൂപ്പാണിത്. കൊറേ ദിവസമായി ചുമ്മാ ചൊറിയോ ഇത് കൊറേ ദിവസമായിരുന്ന ഇത് കിടന്ന് ലൂപ്പാണ്. ഇതിപ്പോ ഞാൻ ഒരു റൗണ്ട് അവനെ അടിച്ചു കൊന്ന് കത്തിച്ചു കണ്ണാപ്പി കുറച്ചു മുമ്പ്. ഞാൻ പറഞ്ഞ വിടറ കണ്ണാപ്പി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അതാണ് അടുത്ത വള്ളി. ഇത് ഇപ്പൊ അപ്പൊ തന്നെ എടുത്തത്. ട്രിക്സാണോടെ കൊന്നേ? അല്ലല്ലേ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പറഞ്ഞു എവിടെ ഇട്ടേക്കുന്നു? ബോസണ്ണം തൂറാൻ പോയി. ഇല്ല എന്തൊക്കെ അറിയണം ബോസണ്ണനെതിരെ. നെറ്റ് പോയതാണോ എന്റെ? ഹലോ ഇതെന്താ ഇങ്ങനെ? അപ്പാപ്പിന്റെ നെറ്റ് പോണാണോ എന്റെ ആണോ ലോഡാവാത്ത? അപ്പാപ്പന്റെ അല്ല. അണ്ണു ഇത് നേരത്തെ സേഫ് സോൺ ആയിരുന്നു അണ്ണു. നേരത്തെ സേഫ് സോൺ ഉണ്ടായിരുന്നു. അപ്പൊ അവ നേരത്തെ അടിച്ചു കൊന്നു കണ്ണാപ്പി. അപ്പൊ കണ്ണാപ്പിച്ചേരിക്ക് അത് കിട്ടണം. ഇപ്പൊ മാറ്റിയെന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചാറ്റില് പോയി എന്ന് പറയുന്നുണ്ട് ബ്രാവോടെ. പോയിന്ന് പറഞ്ഞു. ബഫറിംഗ് ഉണ്ടാ. ബ്രാവോടെ അല്ല. ഒരാൾ എവിടുന്ന് ഒരാൾ വന്നിണ്ടായിരുന്നു. ഒരു മുഖഭാഗം പുച്ച നിറയെ വന്നിണ്ടായിരുന്നു. ഒരു വാണപ്പൻ ആട്ടുംകാട്ടം. നിക്കോളാണ് പറഞ്ഞത്. നീ തോന്നണതാ. ശരി. എന്റെ അല്ലടാ, ബ്രാവോടെയാണ് ലോഡ് ആവണത്. എന്റെ അല്ല, ബ്രാവോടെ ബഫർ ആയതാ. ബ്രാവോക്ക് എന്തോ പുതിയ വള്ളി വന്നിട്ടുണ്ട് കേട്ടാ. നിക്കുന്ന ഒരു ഹലോ അത് ബ്രാവന്റെ അത് റിഫ്രഷ് ചെയ്യേ. റിഫ്രഷ് ചെയ്തു. ആണോ? ഓ, ഇവിടുന്ന് ലോങ്ങ് നല്ലൊരു സ്പ്രേ. ഇതല്ല മെയിൻ സിറ്റി ആപ്പല്ലേ വെറുതെ. ഇവരിവിടെ വന്നല്ലേ നമ്മള് ഇറക്കുണ്ടോ ഇവിടെ? ഓ, ഇവരിവിടെ വന്നോ? മണ്ടേല ആളില്ല ഇപ്പൊ. ഇപ്പൊ ടെറിട്ടറി ഇട്ട് കൊടുത്ത് ഫൈറ്റ് എടുക്കണ പോലെ ആയല്ലോ. ഇവര് ഹോൾഡിങ് ഈ അവരുടെ ഭാഗത്ത് വരാണെങ്കിൽ പെട്ടോട്ടണം. ഇന്ന് പറഞ്ഞൊരു പോർച്ചുഗലിലെ കളിയുണ്ട്. ഇന്നാണോ വേൾഡ് കപ്പ് തുടങ്ങുന്നേ? അല്ലല്ല, ഫ്രണ്ട്ലി പോർച്ചുഗൽ വേഴ്സസ് ചിലി. സോൺ മാറിയല്ലേ? സോൺ മാറിയപ്പോ അങ്ങോട്ട് പോയതല്ലേ? ഓക്കെ. ഡൗൺ ഉണ്ടോ? ഇല്ലല്ല, 12 രണ്ട് സൈഡിലും ഓക്കെ. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ബട്ട് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം TJ ആണ് പിക്ക് എടുക്കേണ്ടത്. സോ ആ പിക്ക് എടുക്കാൻ TJ ട്രൈ ചെയ്തേ മതിയാവൂ. കാരണം TVക്ക് കയറി വരേണ്ട ഒരാവശ്യവുമില്ല. സോ എന്താണ്
TGA ചെയ്യാൻ പോകുന്നത്. കാരണം എടാ ഞാനൊരു കാര്യം ഈ ഒരു പറയാം. സോൺ ഷിഫ്റ്റും അവർക്ക് എത്തിയെങ്കിൽ പോലും ആ TV അത്യാവശ്യം നല്ലൊരു ആംഗിളും എടുത്തു വെച്ചിട്ടുണ്ട്. റെഡാക്ഷൻ എന്തോ അർജന്റ് ഒരു കളി കഷ്ടം. TJ മക്കളെ, ഹായ് മക്കളെ. TJ അവിടെ ഇരുന്നിട്ട് ഒരു ഇതൊക്കെയുണ്ട്. കാര്യവുമില്ല. എല്ലാരും കഴിച്ചോടാ. ടിവിയുടെ ഒരു പിക്ക് എടുത്തിട്ട് അവർ ഇരിക്കുകയാണെങ്കിൽ എല്ലാരും പിന്നെ കഴിച്ചോടാ. അർത്ഥമുണ്ട്. കറന്റ് സിനാരിയോ സോൺ ഇൻഫ്ലുവൻസ് 11-11 ആണ്. TJ ഞാനും കഴിച്ചില്ല. 11 പേരും നിങ്ങളുടെ ചാറ്റിൽ ചോദിച്ചാടാ ചാറ്റിൽ. ഇവിടെ നമ്മള് ചേരലുണ്ട് നമ്മളും ചാറ്റിലുണ്ട്. സോണോട്ടിൽ ആരോ ഉണ്ടല്ലേ. കഴിച്ചില്ല. ആ കണ്ണനായാൽ ദേ നോക്കി രാധ വീണം, രാമനായാൽ സീത വീണം. കഴിച്ചെണ്ണോ? ആരാ ജോക്കിയാണോ ചോദിച്ചത്? കഴിച്ചോ? ഓ സോൺ ഇപ്പുറത്തെ ഇത് എങ്ങോട്ട് വേണേലും പോടാം. മിക്കവാറും അമ്മാർ ഇങ്ങനെ വരും സോൺ. മിക്കവാറും അടുത്തത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ അയക്കാനുള്ള ചാൻസ് ഉണ്ട്. അയ്യോ, ഇങ്ങോട്ടോ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ വരാനാണ് മോസ്റ്റ്ലി ചാൻസ് കൂടുതൽ. എന്താണ് TGA ചെയ്യാൻ പോകുന്നത്? ഇതെണ്ണ കഴിച്ചോണം. ആടെ ഞാൻ കഴിച്ചു. ആ ടാങ്ക് പൊട്ടുന്നതാണോ? അല്ല, ഇതൊന്നും പൊട്ടത്തില്ല. ഇതിനകത്ത് ഏതോ പൊട്ടുന്ന ടാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് റെഡ് കളർ പൊട്ടുന്നു. ഇത് പൊട്ടുവോ? ഇതല്ലേ പൊട്ടുന്നത്? ആ, ഇത് രണ്ടെണ്ണം പൊട്ടു. ഇത് പൊട്ടൂലല്ലോ. ഇത് സ്റ്റീലിന്റേതാ. അത് പൊട്ടൂല. ദേവട്ടനോട് ഇറങ്ങി. ലെക്സ് ആ ഒരു ബിൽഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. TP ആണോ അടിച്ചതെന്ന്? TP ആണോ അമ്മാരുടെ കൂടെ അടിച്ചത്? TGA മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TGA ആണ് അറ്റാക്കിംഗ് എന്നുള്ളൊരു കാര്യം TGA മനസ്സിലാക്കണം. കാരണം ഇവിടെ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. അവരൊരു ഓപ്പണിംഗ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ വണ്ടി ലീക്ക് ആയ കാര്യം പറഞ്ഞിരുന്നോ? ആ, ഞാൻ പറഞ്ഞു. ഓ, ജോസൂട്ടി ആ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട്. ലെക്സിന്റെ ആ ഒരു ഏരിയയിലോട്ട്. ഓ, ജോസൂട്ടി അവിടെ എത്തിയേട്ടാ. ഓ, അവര് അഗ്രസീവ് അവര് കേറിക്കൊണ്ടിരിക്കുവാണ്. ശ്രദ്ധിച്ചില്ല കേട്ടോ. ബാക്കി വരും. നീലൻ ബാക്കപ്പ് വന്നു. ജോസൂട്ടി ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വേറെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്. ഇതിന്റെ മണ്ട കയറാൻ ഞാനുണ്ടോ? സലികുമാർ മരിച്ചുപോയോ? ആശുപത്രിയിലാണെന്ന് പറഞ്ഞു കേട്ടോ. സീരിയസ് ആണ്. അയ്യോ, ഓ, ജോക്കി മരിച്ചുപോയോ? ഓ, അവര് പുഷ് ചെയ്ത് വരുന്നുണ്ട്. കൺഫേംഡ് ആണോ? മരിച്ചുപോയോ സലീകുമാർ? ഓ, കൺഫേംഡ് അല്ല. പുള്ളിക്ക് വയ്യായിരുന്നു. അത് ഞാൻ അറിഞ്ഞായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു ഉച്ചക്ക്. ഓ, മെസ്മോ ഇവിടെ നല്ലൊരു റൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവര് പറഞ്ഞ് പുഷ് ചെയ്ത കണ്ടോ? സ്പോട്ട് ചെയ്തോ? പുഷ് ഞാൻ കൺഫേംഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. കൺഫേം ആണ്. എടാ, ഇവരുടെ എല്ലാം ചാനലുകൾ നോക്കിയേ. ന്യൂസ് ചാനലല്ലോ ന്യൂസിലൊന്നും വന്നില്ല. അതാ ന്യൂസിലൊന്നും വരാൻ നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല ഗൈസ്. ഇത്രയും പേര് കാണുന്ന ലൈവാ. കൺഫേം അല്ല. നമുക്ക് നോക്കിട്ട് പറയാം. ഒന്ന് നോക്കാം. പാപ്പാ, നീ എത്ര 18 വിട്ടു വന്നല്ലോടാ.
മാർക്കോ മെയിൻ സിറ്റി അപ്പാണോ ഡൗൺ ആണോ? പുള്ളി പറയുന്ന കേൾക്കുന്നില്ല നീ. ഇത് ഇനി സോൺ മാറുമോ? ഇനി ഒരു സോൺ ഷിഫ്റ്റ് കൂടെ ഉണ്ട്. 15 മിനിറ്റിലോ 13 മിനിറ്റിലോ എന്താന്ന് തോന്നുന്നു. എന്തൊക്കെ വന്ന് ഓ മൈ ഗോഡ്. സോൺ എങ്ങോട്ടാണ്? ആ ഒരു സോൺ ഷിഫ്റ്റിന്റെ അഡ്വാൻറ്റേജും ടിജെയുടെ നേർക്കാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. എല്ലാരും ടിജെയുടെ എടുക്കയിലോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത്? നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ് ടിജെക്ക് കിട്ടിയിരിക്കുന്നത്. ടിവിക്ക് സോണിൽ കയറണം, ബട്ട് എവിടെ എങ്ങനെ കയറും എന്ന് അവര് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഗതികേട് നോക്കണടാ, ഗതികേട്. നമുക്ക് സോൺ കിട്ടൂല ഗൈസ്. നമുക്ക് നോക്കുവാണെങ്കിൽ ജോസൂട്ടി റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അവർ ആ പൊസിഷനിലോട്ട് സോൺ വരുമെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നു. ഓ ലെസ്റ്റ് അടി കിട്ടി. ഓ ജസ്റ്റ് മിസ്. കുറച്ച് സെക്കൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് സോണ് വരും, അത് കൂടെ ശ്രദ്ധിച്ചോളാം കേട്ടാ. ടിജെ എല്ലാരും സോണിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് നോക്കണം. അയ്യോ ഡോർക്കി അവിടെ നിക്കലടാ, അത് പൊട്ടുകടാ. അത് നീലിനെ അവര് രണ്ടുപേരാണ് ആ ഒരു ഏരിയയിലുള്ളത്. ജോസൂട്ടി നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ചെലപ്പോ ഈ സാമാനം പൊട്ടി അടുത്തിരിക്കുന്ന എല്ലാം വേണം തീരും കേട്ടാ. ബ്രാവോ വരെ ജോസൂട്ടി അവിടെ വണ്ടിയായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, ജോസൂട്ടി അവിടെ വണ്ടി ആയിട്ട് ഓൾമോസ്റ്റ് എത്തി. വണ്ടി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടാഗ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ജാസ്മി ബ്രോ ഹായ്, വെൽക്കം സ്ട്രീം. ജാസ്മി ബ്രോ വെൽക്കം സ്ട്രീം. ടിവി പ്ലേയേഴ്സ് തോന്നുന്നു. പക്ഷെ എല്ലാരും ഒരുമിച്ച് എത്തിക്കുന്നു, മനസ്സിലായോ? പിക്ക് വരാനുള്ള ചാൻസ് വളരെ അധികമാണ് ടിവിക്ക്. ബട്ട് സ്റ്റിൽ ഡൊമിനിക് ഡൗൺ. വീണ് ചേർത്തിട്ടുണ്ട്. വില്ലൊരു പിക്ക് എടുത്തു. വില്ലു കൊമ്പനെ പിക്ക് ചെയ്തിട്ടുണ്ട്. വില്ലു ലെക്സ് ഒരു പിക്ക് എടുത്ത്. ഡോർക്കി ജുഗ്രു ഇവിടെ അഖിൽ ജോഡിനെ അതേപോലെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിക്കി ചെയ്തിട്ടുണ്ട്. അവിടെ ഓടി വരുന്നുണ്ട്. ഡെസ്ട്രോ നിക്കിനെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. നല്ലൊരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നിട്ട് പോലും പുഷ് ചെയ്ത് ആ ഒരു ടർഫ് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല കിടിലം കളിയായിരുന്നു നമ്മൾ കണ്ടത്. നല്ല കിടിലം കളി. വെൽ പ്ലേഡ്. നല്ല നൈസ്. ലാസ്റ്റ് രണ്ട് സോണും ടി ജെക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ട് പോലും ടി വിയെ അവിടെ കയറി